അങ്ങനെ നൈറ്റ് ഹീറോയിൻ വീട്ടിലായിരിക്കുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് വിളിച്ച് ഡിന്നറിന് പോയാലോ എന്ന് ചോദിക്കുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അവളെ രക്ഷപ്പെടാനായിട്ട് അവൾക്ക് സുഖമില്ല എന്ന് പറയുന്നു. ഇത് കേട്ടുടഞ്ഞ് തന്നെ ഒരു വലിയ ഷെഫിനെ വരുത്തിച്ച് അവൾക്ക് കുടിക്കാനുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് ഇയാളെ ഉണ്ടാക്കിപ്പിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഹീറോ ഇവളുടെ വീട്ടിലേക്ക് ആ സൂപ്പും കൊണ്ട് എത്തുകയും ചെയ്യും. ഇയാളെ കണ്ടുടഞ്ഞ് തന്നെ പെട്ടെന്ന് അവൾ കയറി വാതിലടച്ച് അകത്ത് പോയി ബ്രദറിനെ കൊണ്ട് മേക്കപ്പ് ചെയ്ത് ലുക്ക് മാറ്റിപ്പിക്കുന്നു. എന്നിട്ട് അവൾ ഒന്നും അറിയാത്ത പോലെ വന്ന് വാതിൽ തുറക്കുന്നു. ഹീറോ വീടിനകത്ത് വന്ന് ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് അവളോട് ചോദിക്കുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ അനിയത്തി മാത്രമാണെന്ന് പറയുന്നു. എന്നിട്ട് അയാൾ അവിടെ ഇരിക്കാനായിട്ട് പോകുമ്പോൾ ബോയ്സിന് ഒരു ട്രൗസർ എടുക്കുന്ന കാണുന്നു. ഉടനെ തന്നെ ഹീറോ ഈ ആമ്പിള്ളേരുടെ ഡ്രസ്സൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്നെന്ന് ചോദിക്കുന്നു. ഓ അതോ അതെന്റെ അനിയത്തി ഇതൊക്കെ ഇടാറാണെന്ന് പറഞ്ഞ് അവൾ രക്ഷപ്പെടുന്നു. എന്നിട്ട് അയാൾ നിന്റെ അനിയത്തി എവിടെയെന്നും ചോദിക്കുന്നു. അവൾക്ക് എന്റെ കൂടെ ഇരുന്ന് പനി പിടിച്ചു ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെന്ന് വീണ്ടും കള്ളം പറഞ്ഞ് അവൾ ഒപ്പിക്കുന്നു. എന്നിട്ട് ഹീറോ അവളെ നോർവേയിലുള്ള അയാളുടെ റെസ്റ്റോറന്റിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷെ ഇവളാണെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല, ഒരുപാട് ജോലിയുണ്ട് എന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, നിനക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് നിന്റെ അനിയത്തി, നീ ജോലി ചെയ്ത് സമ്പാദിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു, പക്ഷെ നിന്റെ അനിയത്തി ആണെങ്കിൽ ജോലി ചെയ്യാൻ ഭയങ്കര മടിച്ചാണ് എന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് നല്ല ദേഷ്യം വരുന്നു.